Hello guys, welcome back to Star Live Tech. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഇൻഫിനിക്സിൽ നിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയ ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇൻഫിനിക്സ് സ്മാർട്ട് 4 പ്ലസ് എന്ന സ്മാർട്ട് ഫോൺ ആണ് ഇന്ന് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡിവൈസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ടൈം ഒന്നും വേസ്റ്റ് ചെയ്യാതെ വീഡിയോയിലേക്ക് പോകാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ഒരു ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. ഇതൊരു ബഡ്ജറ്റ് സെഗ്മെന്റിൽ വരുന്ന സ്മാർട്ട് ഫോൺ ആണ്. ഈ ഒരു ഡിവൈസിന്റെ ഡിസ്പ്ലേ കുറിച്ച് നോക്കുന്ന സമയത്ത് 6.82 ഇഞ്ചിന്റെ ഒരു HD+ റെസൊല്യൂഷനിൽ വരുന്ന ഒരു ഡിസ്പ്ലേ ആണ് ഈ സ്മാർട്ട് ഫോൺ കൊടുത്തിരിക്കുന്നത്. ഒരു IPS LCD പാനലാണ് ഈ സ്മാർട്ട് ഫോൺ വരുന്നത്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലുള്ള ഒരു നോച്ചാണ് ഈ സ്മാർട്ട് ഫോണിന് കൊടുത്തിരിക്കുന്നത്. സ്ക്രീൻ റെസൊല്യൂഷൻ 720x1640 പിക്സൽസ് ആണ് വരുന്നത്. അതോടൊപ്പം 20:9 ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഏകദേശം 90%ഓളം സ്ക്രീൻ ടു ബോഡി റേഷ്യോ നമുക്ക് ഒരു ഡിവൈസിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 263 പിക്സൽ പെർ ഇഞ്ച് ഡെൻസിറ്റിയുമാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഈ ഒരു ഡിവൈസിന്റെ ഓവറോൾ ബോഡി വെയിറ്റ് എന്ന് പറയുന്നത് ഏകദേശം 207 ഗ്രാംസ് ആണ്. ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് നോക്കുന്ന സമയത്ത് പ്ലാസ്റ്റിക് ഫ്രെയിമും പ്ലാസ്റ്റിക് ബോഡിയുമാണ് ഈ ഡിവൈസിന് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മീഡിയാടെക്കിന്റെ ഹീലിയോ A25 എന്ന ചിപ്സെറ്റ് ആണ് ഈ ഡിവൈസിൽ വരുന്നത്. അതുപോലെ തന്നെ ഈ ഡിവൈസിന്റെ GPU എന്ന് പറയുന്നത് പവർ VR GE8320 എന്ന GPU ആണ് ഈ ഡിവൈസിന് കൊടുത്തിരിക്കുന്നത്. Android 10 ബേസിൽ XOS 6.2 ആണ് ഈ ഡിവൈസിന്റെ യൂസർ ഇന്റർഫേസ് വരുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോൺ ഒരു വേരിയന്റ് മാത്രമാണ് വരുന്നത്. റാം വരുന്നത് 3GB അതുപോലെ തന്നെ ഇന്റർണൽ സ്റ്റോറേജ് നമുക്ക് 32GB ആണ് വരുന്നത്. ഇന്റർണൽ സ്റ്റോറേജ് നമുക്ക് SD കാർഡ് ഉപയോഗിച്ച് 256GB വരെ എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും. ഇനി നമ്മൾ ഈ ഒരു ഡിവൈസിന്റെ ക്യാമറയെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിയർ സൈഡിൽ ഒരു ഡുവൽ ക്യാമറ സെറ്റപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇൻഫിനിക്സിന്റെ ഹോട്ട് 9 സീരീസിൽ കണ്ടാതെ ഒരു ക്യാമറ പാറ്റേൺ ആണ് ഡിവൈസിന് നൽകിയിരിക്കുന്നത്. പ്രൈമറി സെൻസർ 13 മെഗാപിക്സൽ ആണ്. f1.8 ആണ് അപ്പർച്ചർ വരുന്നത്. പിന്നെ ഒരു ഡെപ്ത് സെൻസർ കൂടി റിയർ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം LED ഫ്ലാഷും ഫിംഗർ പ്രിന്റ് സെൻസറും നമുക്ക് റിയർ സൈഡിൽ തന്നെ കാണാം. ഈ ഒരു ഡിവൈസിൽ 8 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. f2.0 ആണ് അപ്പർച്ചർ കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് വാട്ടർ ഡ്രോപ്പ് നോച്ചിന്റെ അകത്താണ് ലഭിക്കുന്നത്. പിന്നെ നമ്മൾ ബാറ്ററിയെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിവൈസിൽ നമുക്ക് ഒരു മാസീവ് 6000 mAh ഒരു ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട്. അത് തന്നെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു ഡിവൈസിൽ ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല. ഈ ഒരു ഡിവൈസിൽ നമുക്ക് മൈക്രോ USB പോർട്ടാണ് വരുന്നത്. 3.5mm ഓഡിയോ ജാക്കും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഓഷ്യൻ വേവ്, വയലറ്റ്, മിഡ് നൈറ്റ് ബ്ലാക്ക് എന്നീ 3 കളേഴ്സിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് ഇൻഫിനിക്സ് സ്മാർട്ട് 4 പ്ലസ് എന്ന ഡിവൈസിന്റെ സ്പെസിഫിക്കേഷൻസ്. ഓവറോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സാധാരണ ലഭിക്കുന്ന ഒരു ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണും വരുന്നത്. HD+ റെസൊല്യൂഷനിലെ ഡിസ്പ്ലേ തന്നെയാണ് ഈ ഡിവൈസിന് കൊടുത്തിരിക്കുന്നത്. പക്ഷേ പെർഫോമൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിനേക്കാൾ നല്ല പെർഫോമൻസുമായിട്ട് വരുന്ന സ്മാർട്ട് ഫോണുകൾ അവൈലബിൾ ആണ്. ക്യാമറ അത്യാവശ്യം തിരക്കേടില്ല. അതോടൊപ്പം നമുക്ക് ഈ ഒരു ഡിവൈസിൽ നല്ലൊരു ബാറ്ററി ബാക്കപ്പ് ലഭിക്കുന്നുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രൈസ് വരുന്നത് ഏകദേശം 7999 രൂപയാണ്. അതോടൊപ്പം ഈ ഒരു സ്മാർട്ട് ഫോൺ ഒഫീഷ്യലി ഇന്നാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഫസ്റ്റ് സെയിൽ നടക്കുന്നത് ഫ്ലിപ്കാർട്ട് വഴിയാണ്. ജൂലൈ 28 ഉച്ചയ്ക്ക് 12 മണിക്കാണ് ഈ ഡിവൈസിന്റെ സെയിൽ നടക്കുന്നത്. സോ ഫ്രണ്ട്സ്, ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ഒരു ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. നാളെ 5 മണിക്ക് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ഗുഡ് ബൈ.